ചില മോശം ആളുകൾ വിചാരിച്ചതെല്ലാം പെട്ടെന്ന് നേടിയെടുക്കുമ്പോൾ നല്ലവർക്ക് മാത്രം എന്താ കാര്യങ്ങൾ ഇത്രയും വൈകുന്നത്? എന്താണിതിൻ്റെ പിന്നിലെ രഹസ്യം? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകൾ പോലും അവർ ആഗ്രഹിക്കുന്ന പണവും വിജയവും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുന്നത്? നമ്മൾ ഇത്രയും നല്ലവരായിട്ടും നമുക്കെന്താ ഇതൊന്നും കിട്ടാത്തത്? നമ്മളിൽ പലരുടെ ഉള്ളിലുള്ള വലിയൊരു സംശയമാണിത്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോവാണ്. നമ്മൾ ദിവസവും ചുറ്റിലും കാണുന്ന കാര്യമാണിത്. നമ്മൾ ആരോടും ദ്രോഹം ചെയ്യാതെ പ്രാർത്ഥിച്ച് എല്ലാവരെയും സഹായിച്ച് ജീവിക്കുന്നു. എന്നിട്ടും ഒരു ചെറിയ കാര്യം സാധിച്ചെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. എന്നാൽ തികച്ചും സ്വാർത്ഥരായ ചില ആളുകൾ അവർ ആഗ്രഹിക്കുന്ന ബിസിനസ്സും ലക്ഷറി ലൈഫും വളരെ പെട്ടെന്ന് സ്വന്തമാക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനോട് തന്നെ ചെറിയൊരു വിഷമം തോന്നും, അല്ലേ? ഞാൻ ഇത്രയും നല്ലവനായിട്ടും എനിക്കെന്താ ഇത് കിട്ടാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെയാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും. എന്നാൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. എന്തുകൊണ്ടാണ് ആ മോശം ആളുകൾക്ക് നല്ലത് വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത്? കാരണം ചെറുപ്പം മുതലേ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നും പാപമാണെന്നും ഒക്കെയാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ അതിനുള്ള നിയമപരമായ ശിക്ഷകൾ കിട്ടും, അത് വേറെ. പക്ഷേ നമ്മൾ സ്പിരിച്വൽ ലെവലിൽ നോക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷന് അങ്ങനെ നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള വ്യത്യാസമില്ല. പ്രപഞ്ചത്തിൽ ഒരു പൊതു നിയമമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആകാശത്തിരുന്ന് ഏതോ ഒരാൾ നമ്മളെ ഓരോരുത്തരെയും നോക്കി ഇവൻ നല്ലവനാണ്, ഇവൻ ഇത് കൊടുക്കാം, അവൻ മോശക്കാരനാണ്, അവൻ അത് കൊടുക്കരുത് എന്ന് തീരുമാനിക്കുന്നു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പ്രപഞ്ചത്തിന്റെ നിയമം തികച്ചും ന്യൂട്രലാണ്. അതിന് സ്വന്തമായിട്ടൊരു നല്ല ചീത്ത വ്യത്യാസമില്ല. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ട് പോലെയാണത്. അത് നല്ലവന്റെ വീട്ടിലും വെളിച്ചം തരും, ചീത്ത ആളുകളുടെ വീട്ടിലും വെളിച്ചം തരും. പ്രപഞ്ച നിയമം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം നോക്കിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നോക്കിയിട്ടാണ്. നിങ്ങൾ അഹങ്കാരികൾ അല്ലെങ്കിൽ മോശക്കാർ എന്ന് വിളിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് ഉള്ളിൽ വലിയ കുറ്റബോധമോ ഭയമോ സംശയങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അവർക്കൊരു കാര്യത്തിലും സംഘർഷമില്ല. അവർ വിചാരിക്കുന്നു എനിക്കത് വേണം, അതെനിക്ക് കിട്ടണം. അവർ പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം അവരിലേക്ക് അത് എത്തിക്കുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരു വലിയ വീടോ അല്ലെങ്കിൽ കാറോ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ 100 സംശയങ്ങൾ വരും. എനിക്ക് ഇതിനൊക്കെ യോഗ്യതയുണ്ടോ? ഞാൻ അത്ര വലിയ ആളാണോ? ദൈവത്തിന് എന്നോട് ദേഷ്യം തോന്നുമോ? എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ഈ സംശയങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഒരു മോശം വ്യക്തിയായി മാറണം എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ട് തന്നെ വളരെ പവർഫുള്ളായി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മുടെ ഉള്ളിലെ ആന്തരിക സംഘർഷങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയിക്കൂ എന്നൊരു ചിന്താഗതി മാറ്റണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ നിങ്ങൾ പൂർണ്ണമായിട്ടും അർഹനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. എനിക്ക് ഈ കാര്യം വേണം, അതുകൊണ്ട് എനിക്കിത് ലഭിക്കും എന്നൊരു പോസിറ്റീവ് എനർജിയും കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. മനസ്സിൽ തോന്നുന്ന വലിയ ആഗ്രഹങ്ങളെ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഒരു വലിയ വിജയം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പലരും പറയും എനിക്ക് പണം കിട്ടിയാൽ ഞാനത് പാവങ്ങൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുമെന്ന്. കേൾക്കൂ, പ്രപഞ്ചത്തിന് നിങ്ങൾ ആ പണം എന്ത് ചെയ്യുന്നു എന്ന് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ വിജയം വേണം, അത്രമാത്രം. അവിടെ ആരോടും ഒരു ബോധിപ്പിക്കലിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ഭൂമിയിലെ ദൈവീക ചൈതന്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് വന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങളോട് പൂർണ്ണമായ അവകാശം സ്ഥാപിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷ് ആകുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞാൽ മാത്രമേ അത് നിങ്ങളുടെ ഫാമിലിക്കും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു നൽകാൻ സാധിക്കൂ.
നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. പ്രപഞ്ചത്തിന് നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള വ്യത്യാസമില്ല. അത് നിങ്ങളുടെ മനസ്സിലെ ആഴമേറിയ വിശ്വാസങ്ങൾക്ക് നൽകുന്ന പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജന്മാവകാശമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. കുറ്റബോധവും ഭയവും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കി നമ്മുടെ എനർജി കളയാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല. ഇന്ന് മുതൽ തന്നെ പുതിയൊരു ചിന്താഗതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്